ഗൈസ് എല്ലാവർക്കും ഫോറസ്റ്റ് കെയറുടെ ഒരു ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മെയിൻലി ഡെയിലി അപ്ഡേറ്റ്സ് പോലെ തന്നെ മാർക്കറ്റിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കാൻ സാധ്യതയുണ്ട്, പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മാർക്കറ്റിൽ എന്തൊക്കെ പ്രോബബിലിറ്റീസിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കുന്നത്. ഇന്നിപ്പോ മാർക്കറ്റിൽ ഫസ്റ്റ് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പേരിലാണോ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ നോക്കുന്നത് ഒന്നല്ലെങ്കിൽ മൈ എഫ് എക്സ് ബുക്കോ മൈ ഫോറക്സ് ഫാക്ടർ എടുത്തിട്ട് ന്യൂസുകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത്, ഏത് സമയത്താണ് ഇന്ത്യൻ സമയത്ത് എന്നുള്ളതും, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കി ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇന്ന് എന്തായാലും നമുക്ക് 8:30 ഫെഡ് ഷെയറിന്റെ പവറിന്റെ ടെസ്റ്റിമണി ഉണ്ട്. കഴിഞ്ഞ ഇതിലൊക്കെ ഇവര് ഇൻഫ്ലേഷനിലൊക്കെ മാറ്റം വരുത്തിയേക്കുന്നത്, മാറ്റം വരുത്താതിരുന്നത് കൊണ്ടൊക്കെ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ എന്തൊക്കെ എഫക്ട്സ് ഒക്കെയാണ് വന്നത്, അത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വളരെ വ്യക്തമായിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും. ചേഞ്ചസിനെ കുറിച്ചൊന്നും ആയിരിക്കില്ല, എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഡിസ്കഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 8:30 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് ഇന്ന് വളരെ വലിയൊരു വോളാറ്റിലിറ്റി തന്നെ മാർക്കറ്റിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് 8:30 മുമ്പേ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര വലിയ അഡ്വാൻസ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡ് വളരെ മാനിപ്പുലേറ്റും വേറെ പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആയി പോകും, പെട്ടെന്ന് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാനും സാധ്യതയുണ്ട്. വലിയൊരു മൂവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പരമാവധി ട്രേഡ് ന്യൂസിന് മുമ്പേ പരമാവധി എക്സിറ്റ് ഒക്കെ ആവാൻ നിൽക്കുക. ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ ബെറ്റർ ആ സമയത്ത് എക്സിറ്റ് ആവുന്നത്. പ്രത്യേകിച്ച് ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു ക്യാൻഡിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമ്മുടെ SL ഒക്കെ എടുക്കാതെയും വരാം, നമ്മൾ അക്കൗണ്ട് ഒക്കെ അടിച്ചു പോകാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ന്യൂസ് ഒക്കെ ഉള്ളപ്പോൾ, ഹൈബാക്ക് ന്യൂസ് ഉള്ളപ്പോൾ നിങ്ങൾ പയ്യെ മാറി നിൽക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് ട്രെൻഡ് ആണ് ഓൾറെഡി നമുക്ക് ഇത് ചെയ്യുന്നത്. എന്നാലും അഡ്വാൻസ് ആയിട്ട് പോസിറ്റിവിറ്റി ആണ് മാർക്കറ്റിൽ ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഗോൾഡ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന 2949 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണ്. നമുക്ക് ഇവിടെ നോക്കിയറിയാം 49 എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പോസിറ്റിവിറ്റി ഉണ്ട്. മാർക്കറ്റ് ഒരു 2985 ഒക്കെ വരെ പോകാനുള്ള സാധ്യതയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് എവിടെയെല്ലാമാണ് സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 2915 എന്ന് പറയുന്ന ഏരിയയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് 2915 എന്ന് പറയുമ്പോൾ എവിടെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഒരു ഏരിയയൊക്കെയാണ് 2920 2915 എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഏരിയയൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി ഉള്ളത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. കാരണം മാർക്കറ്റിൽ ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ഇത്രയും സോഫ്റ്റ്വെയർസ് ഒക്കെ ഉള്ളപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് എവിടെയാണ് നമ്മൾ ട്രേഡ് പ്ലാനിന്റെ ഒപ്പം തന്നെ ലിക്വിഡിറ്റീസ്, ലൈവ് ലിക്വിഡിറ്റി എവിടെയുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇന്നിപ്പോ കാണുന്നത് 2930 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ, ഫ്യൂച്ചറിന്റെ പ്രൈസ് റേഞ്ചിൽ ഇവിടെ അത്യാവശ്യം നല്ല ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ഞാൻ മൗസ് വെച്ചേക്കുന്ന ഈ ഒരു ഏരിയയിൽ ലൈവ് ആണ് ലിക്വിഡിറ്റി. അത് ഏകദേശം 71 ലോട്ടിന്റെ ലിക്വിഡിറ്റി ആണ് കാണുന്നത്. അതിനുശേഷം 2916 ഇന്നലെ തുടങ്ങി ഈ ഒരു ലിക്വിഡിറ്റി ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2900 പിന്നെ 2885 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലാണുള്ളത്. ഹയർ ലെവലിൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ 2968. ഇപ്പോൾ 2948 നിൽക്കുന്നത്. നമുക്ക് 200 പിപ്സ് അകലെയാണ് കുറച്ച് ഉള്ളത്. അതേപോലെ 2980 നമുക്കിത് ഫ്യൂച്ചറിന്റെ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. CFD ആകുമ്പോൾ അതിലും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് അതുപോലെ തന്നെ മറ്റ് ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെഷൻ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. പ്രത്യേകിച്ച് ATH ഒക്കെ അടിച്ചു പോകുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലെവൽസോ കാര്യങ്ങളോ ഒന്നും മാർക്ക് ചെയ്ത് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിലൊന്നും വലിയ രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹയർ ലെവലിലുള്ള ട്രേഡിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. ലോവർ ലെവലിലേക്ക് ഏതെങ്കിലും സപ്പോർട്ട് സോണിലൊക്കെ മാർക്കറ്റ് വരുമ്പോൾ മാത്രം ട്രേഡ് ആക്ടിവിറ്റീസ് എടുക്കുക. നമ്മളിപ്പോൾ നോക്കിയത് സെഷൻസ് ബേസ് ചെയ്ത്. നമുക്ക് ഇനിയിപ്പോൾ വീക്കിലിയിൽ എവിടെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വീക്കിലി പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ഈ കാണുന്നതാണ് വീക്ക്ലി പ്രൊഫൈലിന്റെ ഇത്. കഴിഞ്ഞ വീക്കിലി ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ഒരു ഏരിയ നമുക്ക് നോട്ട് ചെയ്യാം. ഈ ഒരു ഏരിയയിലാണ് 80% വോളിയം പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ഒരു 80% ട്രേഡ് ഈ ഒരു ഏരിയയിലാണ് നടന്നത്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും മാർക്കറ്റിനെ സംബന്ധിച്ച്. ആ ഒരു ഏരിയ വരുന്നത് 2900 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചാണ്. ഈ ഒരു ഏരിയയിലൊക്കെ അതുപോലെ തന്നെ ഇന്നലെ ട്രേഡ് നടന്നേക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വലിയ ട്രേഡിംഗ് ഇല്ല. അപ്പോൾ ഈ ഒരു റേഞ്ച് 2920 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ എന്തായാലും 2900 മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ലോവർ ലെവലിലേക്കൊക്കെ വന്ന് കുറച്ച് ഏരിയയിലൊക്കെ കുറച്ചുകൂടി ട്രേഡ് ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഏരിയ നമുക്ക് വലിയ ഒരു പ്രതീക്ഷയുള്ള ഏരിയ എന്നല്ല. മേ ബി ഒരു പാനിക് സെല്ലിംഗ് ഒക്കെ വന്നാൽ 2900 മാർക്കറ്റ് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് വന്നാൽ ആ ഒരു ഏരിയയിലൊക്കെ വരാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്യുക. ട്രേഡ് പ്ലാൻ സെറ്റ് ചെയ്തതിനു ശേഷം എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളിതൊരു പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. മൈക്രോ പ്രൊഫൈൽ എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര്. നിങ്ങൾക്ക് അപ്പോൾ ഒരു വീക്കിലി ഉള്ള ഏരിയാസ് ഒക്കെ നോട്ട് ചെയ്ത് ഓരോ ട്രേഡ് പ്ലാൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും.
അതേപോലെ തന്നെ ഇത്രയും തിക്നെസ്സിൽ ഇവിടെയൊക്കെ ട്രേഡിംഗ് നല്ല ആക്ടിവിറ്റി 2870 നല്ല രീതിയിൽ ട്രേഡ് നടന്നേക്കുന്ന ഒരു ഏരിയ. മേ ബി അവിടെ ഒരു സപ്പോർട്ട് സോൺ എന്തായാലും വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും 2890 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച്. ആ ഒരു റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് ഏതെങ്കിലും ആക്ടിവിറ്റി നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ പഠിച്ച രീതിയിൽ ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വന്നാൽ മാത്രം നമ്മൾ എൻട്രി എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡ് എന്താ പറയുക ഡേ ട്രേഡുമായി